150 നഴ്സുമാർ അവതരിപ്പിക്കുന്ന വളരെ മനോഹരമായ തിരുവാതിരയുടെ കൂടെയായിരുന്നു ആഘോഷത്തിന്റെ തുടക്കം. അതിനുശേഷം പരിപാടി നടക്കുന്ന ജവഹർലാൽ നെഹ്റു ഓഡിറ്റോറിയത്തിൽ പോയി. ഈ അത്തപ്പൂക്കളം നല്ല ഭംഗിയില്ലേ ഫ്രണ്ട്സ് കാണാൻ? ഞാൻ ഈ ഓഡിറ്റോറിയത്തിൽ ഫസ്റ്റ് ടൈമാണ്. ഇവിടെയാണ് കോൺഫറൻസ്, കൗൺസിലിംഗ്, പ്രോഗ്രാമൊക്കെ നടക്കാറുള്ളത്. പരിപാടി ആരംഭിച്ചത് വാദ്യമേളത്തോടു കൂടിയായിരുന്നു. പിന്നെ എല്ലാ പരിപാടികളെയും പോലെ ഈശ്വര പ്രാർത്ഥന, സ്വാഗത പ്രസംഗം, ഭദ്രദീപ പ്രകാശനം, കേരളത്തിന്റെ പരിപാടിയുടെ അതേ ഒരു വൈബായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. തുരുത്തിന്റെ നാമത്തിൽ മാഗസിൻ ലോഞ്ച് ചെയ്തു. പിന്നെ ഓരോ അവാർഡുകൾ കൊടുത്തു. അക്കാഡമിക് എക്സലൻസ് അവാർഡ്, ലീഡർഷിപ്പ് എക്സലൻസ് അവാർഡ്. പിന്നെ ബഹുമാനപ്പെട്ട എയിംസ് ഡയറക്ടർ എം ശ്രീനിവാസദേവത്തിന്റെ പ്രസംഗമാണ്. പിന്നെ കലാപരിപാടികളുടെ ദൃശ്യവിസ്മയ വിരുന്നായിരുന്നു അവിടെ. ഓരോ പെർഫോമൻസുകളും ഒന്നിലധികം മികച്ച പ്രകടനമായിരുന്നു. പിന്നെ എനിക്കും അമ്മയ്ക്കും വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിച്ചു. വളരെ കളർഫുള്ളായിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു ഇത്. മാർഗംകളി, ഒപ്പന, തിരുവാതിര ഒരേ സ്റ്റേജിൽ. ഓരോ പെർഫോമൻസുകളും പിന്നെ സ്റ്റേജിൽ ഇങ്ങനെ ഒന്നൊന്നായിട്ട് അരങ്ങേറി. എല്ലാ പെർഫോമൻസുകളും വളരെ ഭംഗിയായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ ഇരുന്ന് കാണുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ ഈ സ്കൂളിലൊക്കെ ഓണാഘോഷിക്കത്തില്ലേ, അതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇത് എയിംസിലെ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ഒരു തകർപ്പൻ എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെൻ്റലിസം പ്രോഗ്രാം, ലൈവ് ആൻഡ് റഹ്മാനിയുടെ പെർഫോമൻസ്, നഴ്സുമാരുടെ ഒരു മനോഹരമായ പെർഫോമൻസ്. അപ്പം തന്നെ സമയം ഏകദേശം സന്ധ്യയായി. ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി.